ആളുകൾ പ്രകൃതിയെ ഉപദ്രവിക്കുമ്പോൾ, പ്രകൃതിയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ, നേച്ചറിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ, ഈ സാധനങ്ങളൊക്കെ കടലിലേക്ക് വലിച്ചെറിയുകയും അങ്ങനെ ഇതിനെ മലിനമാക്കുകയും ചെയ്യുമ്പോൾ സെഡ്നയ്ക്ക്, അതായത് മദർ ഓഫ് സീക്ക് ദേഷ്യം വന്ന് അവളുടെ മുടികൾ ഇങ്ങനെ പിരിയാൻ തുടങ്ങും. മുടികൾ പിരിഞ്ഞിട്ട് ഈ കടലിലുള്ള എല്ലാ ജീവികളും ആ മുടിയിൽ കുടുങ്ങും. മുടി മുഴുവൻ അഴുക്ക് പിടിക്കും. കടൽ ജീവികൾ മുഴുവൻ ഈ മുടിയിൽ കുടുങ്ങും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോ വെച്ച് കടപ്പുറത്തൊക്കെ ഈ കടലമ്മ ഉണ്ടെങ്കിൽ അവിടെ എന്നും ഈ അവരുടെ മുടി ഇങ്ങനെ പിരിയാനേ നേരണ്ടാവുള്ളൂ. അവിടെ ലോഡ് കണക്കിന് വേസ്റ്റാണ്. ആ കുന്നിൻ്റെ മീതെ കയറുമ്പോൾ ആ പ്രദേശം മുഴുവൻ കാണാവുന്ന ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് അത്. അപ്പോൾ ഈ അപ്പോസ്റ്റൽ ഓഫ് ഗ്രീൻലാൻഡ് മദർ ഓഫ് സീയും മുഖാമുഖം ആണ് നിൽക്കുന്നതെന്ന് പറയാം. മദർ ഓഫ് സീ കടലിലും ഇദ്ദേഹം കുന്നിൻ്റെ മുകളിലാണെന്ന് മാത്രം. ആ വെയിലേറ്റ സമയത്താണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള രൂപം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മാറ് വരെ വെള്ളമുണ്ട്. അപ്പം അതിൻ്റെ മീതെ ഒരു സീല് അവരുടെ തോളത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഗ്രീൻലാൻഡിൽ പൊതുവെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ നഷ്ടപ്പെട്ട അവരുടെ ഇനോയിറ്റ് കൾച്ചർ, അവരുടെ ഇൻഡിജീനിയസ് ഇനോയിറ്റ് കൾച്ചർ തിരിച്ച് കൊണ്ടുവരാൻ ഉള്ളൊരു ശ്രമം ചെറുപ്പക്കാരുടെ ഇടയിൽ സ്ട്രോങ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മനോഹരമായ സെമിത്തേരിയൊക്കെ കണ്ട് വീണ്ടും ബസ്സിൽ കയറി. ഇനി ഞങ്ങൾ പോകുന്നത് ഓൾഡ് കൊളോണിയൽ ഹാർബറിലേക്കാണ്. ഓൾഡ് കൊളോണിയൽ ഹാർബർ. അതിലേക്ക് പോകുന്ന വഴി ഈ നഗരത്തിലൂടെയാണ് പോകുന്നത്. നിറയെ നിരനിരയായിട്ടുള്ള ബിൽഡിങ്ങുകൾ. ആ ബിൽഡിങ്ങുകളുടെ ചരിത്രമൊക്കെ ഗൈഡ് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, മഞ്ഞുകാലത്ത് അവിടെ മുഴുവൻ സ്നോ ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന നിരനിരയായ ബിൽഡിങ്ങുകളുടെ ഇടയിൽ മുഴുവൻ മഞ്ഞ് വീണ് കിടക്കും. വെള്ള കളറായിരിക്കും. So instead of fingers, she had all the sea animals as fingers. But because she didn't have fingers, she could brush her hair, so her hair became really long. And if the hunters didn't treat the ocean right, she would get all the animals caught in the hair, so they couldn't catch anything. So if it was a bad hunting season, they had to go back to the water to do something nice for her to let down all the animals. Yes, someone in the back asked what. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഓൾഡ് കൊളോണിയൽ ഹാർബറിൻ്റെ അവിടെ എത്തി. ബസ് നിർത്തിയിട്ട് കുറച്ച് ദൂരം നടക്കണം. അവിടെ മൂന്ന് മെയിൻ പോയിന്റ്സ് കാണാനുണ്ട്. അപ്പോൾ അത് നമ്മൾ നടന്ന് പോയിട്ടാണ് കാണേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഗ്രീൻലാൻഡിൻ്റെ കത്തീഡ്രലാണ്. പഴയ കത്തീഡ്രലാണ്. അത് ഒരു ചുവന്ന കളറിലുള്ള ഒരു പള്ളിയാണ്. ചുവപ്പ് കളറുള്ള പള്ളി, അതിൻ്റെ ബോർഡർ വെളുത്ത ബോർഡർ, ചുവപ്പിൽ വെളുത്ത ബോർഡറുള്ള പള്ളി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രീൻലാൻഡിലും ഐസ്ലാൻഡിലൊക്കെ ഈ ഗ്രീൻലാൻഡിൽ മെയിൻലി മഞ്ഞ കളറിലുള്ളത് ഹോസ്പിറ്റൽസ് ആയിരിക്കും. സ്കൂളുകളും ചർച്ചുകളും റെഡ് കളറിലായിരിക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ കളറ് പഴയ ഡാനിഷ് കൊളോണിയൽ കാലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം അതിന് നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പള്ളി ചുവപ്പ് കളറാണ്, വെള്ള ബോർഡർ ഉണ്ട്. അപ്പോൾ ആ പള്ളി ഗ്രീൻലാൻഡിൻ്റെ കത്തീഡ്രലാണ്. ചർച്ച് ഓഫ് അവർ സേവിയർ എന്നൊരു പേരും ഈ പള്ളിക്കുണ്ട്. ചർച്ച് ഓഫ് അവർ സേവിയർ. ഇത് നിർമ്മിച്ചത് 1848-നും 1849 ഇടയിലാണ്. 1993 വരെ ഗ്രീൻലാൻഡിലെ പ്രധാന കത്തീഡ്രൽ ഇതായിരുന്നു. അതിൻ്റെ മീതെയുള്ള ക്ലോക്ക് ടവറിൽ ആ മെക്കാനിക്കൽ ക്ലോക്ക് ഫിറ്റ് ചെയ്തത് 1928-ലാണ്. അത്
ഇപ്പോൾ അത് ഡിജിറ്റലാണ് ആ ക്ലോക്ക്. പക്ഷെ നേരത്തെ അത് ഫിക്സ് ചെയ്യുമ്പോൾ അത് മെക്കാനിക്കൽ ക്ലോക്കായിരുന്നു, വൈൻഡ് ചെയ്യേണ്ട ക്ലോക്കായിരുന്നു. അപ്പോൾ ആ പള്ളി വളരെ എന്താണ് ഒരു കൊളോണിയൽ ആധിപത്യ കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് അവിടെ ഈ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ നടന്ന് ഇൻഡിജീനിയസ് ഇനോയിറ്റ് കൾച്ചർ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നതിൻ്റെയൊക്കെ ഒരു കാലത്താണ് ആയിരിക്കണം ഈ ചർച്ച അവിടെ വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഈ ചർച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ താഴെ ഹാർബർ എത്തും. അതും വളരെ മനോഹരമായ സ്ഥലമാണ്. കൊളോണിയൽ ഹാർബർ എന്നാണ് പറയുന്നത്, ആദ്യകാലത്തെ ഹാർബറാണ്. അപ്പോൾ അവിടേക്ക് നടന്ന് പോകുമ്പോൾ അവിടെ ഈ കയാക്കിങ്ങിനുള്ള ബോട്ടുകളൊക്കെ ഇങ്ങനെ പല തട്ടുകളിലായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്, കയാക്കിങ് ചെയ്യുന്ന ബോട്ടുകൾ. അവിടെയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മദർ ഓഫ് ദ സീ സ്റ്റാച്യു. മദർ ഓഫ് ദ സീ സ്റ്റാച്യു 2007 വെച്ചിട്ടുള്ള 2007 അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു ഗ്രാനൈറ്റ് ശില്പമാണ്. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വേലിയേറ്റാണ്. വേലിയേറ്റായതുകൊണ്ട് ആ വേലിയേറ്റ സമയത്താണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള രൂപം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മാറ് വരെ വെള്ളമുണ്ട്. അപ്പം അതിൻ്റെ മീതെ ഒരു സീല് അവരുടെ തോളത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു സ്ത്രീ പ്രതിമയാണ്. പക്ഷെ അത് വേലിയിറക്ക സമയത്ത് അത് ഫുൾ കാണാം. അതിൽ കുറേ കടൽ ജീവികൾ മുഴുവൻ തൊട്ടുരുമി, കടലിൻ്റെ അമ്മയാണല്ലോ ഇവരുടെ ചുറ്റും കിടക്കുന്ന നല്ല ജീവസുറ്റ ഒരു പ്രതിമയാണ്. പക്ഷെ നമ്മൾ വേലിയേറ്റ സമയത്ത് ചെല്ലുമ്പോൾ ഈ കടലിൽ നിന്ന് തലപൊക്കി കരയിലേക്ക് നോക്കുന്ന ഈ സീമദറിനെ കാണാൻ പറ്റും. മദർ ഓഫ് ദ സീ എന്ന് പറയുന്ന ഈ പ്രതിമ 2007 ഉണ്ടായത്. പക്ഷേ ഇത് ഇൻഡിജീനിയസ് ഇനോയിറ്റ് മിഥോളജിയിലെ ഒരു കഥാപാത്രമാണ്. കടലിൻ്റെ അമ്മയാണ്. അവൾക്ക് സെഡ്ന എന്നൊരു പേര് കൂടിയുണ്ട്. സെഡ്ന കടലിൻ്റെ അടിത്തട്ടിലാണ് ജീവിക്കുന്നതെന്നാണ് വിശ്വാസം. ആളുകൾ പ്രകൃതിയെ ഉപദ്രവിക്കുമ്പോൾ, പ്രകൃതിയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ, നേച്ചറിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ, ഈ സാധനങ്ങളൊക്കെ കടലിലേക്ക് വലിച്ചെറിയുകയും അങ്ങനെ ഇതിനെ മലിനമാക്കുകയും ചെയ്യുമ്പോൾ സെഡ്നയ്ക്ക്, അതായത് മദർ ഓഫ് സീക്ക് ദേഷ്യം വന്ന് അവളുടെ മുടികൾ ഇങ്ങനെ പിരിയാൻ തുടങ്ങും. മുടികൾ പിരിഞ്ഞിട്ട് ഈ കടലിലുള്ള എല്ലാ ജീവികളും ആ മുടിയിൽ കുടുങ്ങും. മുടി മുഴുവൻ അഴുക്ക് പിടിക്കും. കടൽ ജീവികൾ മുഴുവൻ ഈ മുടിയിൽ കുടുങ്ങും. അപ്പോൾ മീൻപിടുത്തത്തിന് പോകുന്ന നാട്ടുകാർക്ക് കടലിൽ നിന്നൊന്നും കിട്ടാതാവും, മീനും മറ്റു സാധനങ്ങളൊന്നും കിട്ടാതാവും. അപ്പോൾ അവരുടെ ഷാമൻ, എനിക്ക് തോന്നുന്നു പൂജാരി അല്ലെങ്കിൽ മൂപ്പൻ ആരോ ഒരാൾ ഈ കടലിനടിയിലേക്ക് ഡൈവ് ചെയ്ത് റിവർ ബെഡ്, ഈ സീ ബെഡിൽ പോയിട്ട് ഇവളുടെ മുടി ചീകി കൊടുക്കണം. മുടി കോമ്പ് ചെയ്യുമ്പോൾ
അഴുക്കെല്ലാം പോവും, ഈ കടൽ ജീവികൾ മോചിതരാവുകയും ചെയ്യും എന്നാണ് അവരുടെ വിശ്വാസം. നല്ല വിശ്വാസമാണല്ലേ. നമ്മുടെ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഫോട്ടോ വെച്ച് കടപ്പുറത്തൊക്കെ ഈ കടലമ്മ ഉണ്ടെങ്കിൽ, ഈ കടലമ്മ ഉണ്ടെങ്കിൽ അവിടെ എന്നും ഈ അവരുടെ മുടി ഇങ്ങനെ പിരിയാനേ നേരമുണ്ടാവുള്ളൂ. അവിടെ ലോഡ് കണക്കിന് വേസ്റ്റാണ് കടപ്പുറത്ത്, പ്ലാസ്റ്റിക് വേസ്റ്റുകളും സാധനങ്ങളൊക്കെ കിടക്കാൻ നമുക്ക് സങ്കടം തോന്നും. ലോകത്ത് ഇത്രയധികം കേരളത്തിൽ ഇത്രയധികം സഞ്ചാരികൾ വരുന്നൊരു ബീച്ചിൽ ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അപ്പോൾ അവരുടെ മിത്തോളജിയിൽ തന്നെ ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും അത് സംരക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ആപത്തിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ഈ പ്രതിമ നിർമ്മിച്ചത് ഒരു ഗ്രീൻലാൻഡിക് ശില്പിയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രീൻലാൻഡുകാരനായിട്ടുള്ള ശില്പിയാണ്. ക്രിസ്ത്യൻ നൂനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ക്രിസ്ത്യൻ നൂനു 2007 ഈ ഗ്രാനൈറ്റ് പ്രതിമ സ്ഥാപിച്ചത്. ഇനുയിറ്റ് സംസ്കാരത്തിൽ നിന്നും, ഇൻഡിജീനിയസ് ഇനുയിറ്റ് സംസ്കാരത്തിൽ നിന്നും അവരുടെ എന്താ പറയേണ്ട, അവരുടെ ഐതിഹ്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു പ്രതിമയാണ്. കാണേണ്ട ഒരു പ്രതിമ തന്നെയാണ്, കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ മദർ ഓഫ് സീ പ്രതിമയിലേക്ക് അഭിമുഖമായി നിന്നിട്ട് അത് കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കുന്നാണ്, ഒരു നല്ല പൊക്കമുള്ളൊരു കുന്ന്. ആ കുന്നിൻ്റെ മീതെ ഒരു മനുഷ്യൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട്. അത് ഹാൻ ഹെഗ്ഡെ എന്ന് തന്നെയാണോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്നല്ല, ഹെഡ്ജ് എന്നോ എന്താണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് സൗകര്യത്തിന് ഹാൻ എന്ന് വിളിക്കാം. ഹാൻസ് ഒരു ഡാനോ നോർവീജിയൻ മിഷണറി ആയിരുന്നു. അദ്ദേഹമാണ് ന്യൂക്ക് 1728 കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണ്, അദ്ദേഹം മിഷണറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം ഇവിടെ ഇൻഡിജീനിയസ് ഇനുയിറ്റ് ജനങ്ങളിൽ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരികയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പം ഇപ്പോൾ ഈ ഇൻഡിജീനിയസ് ഇനുയിറ്റ് കൾച്ചറിൻ്റെ, സംസ്കാരത്തിൻ്റെ മീതെയുള്ള കൊളോണിയൽ അധികാരത്തിൻ്റെ, കൊളോണിയൽ പവറിൻ്റെ പ്രതീകമാണ് ഈ പ്രതിമ എന്ന് പുതിയ ഒരു വാദം വന്നിട്ടുണ്ട്. പുതിയ വാദം എന്നുള്ളതല്ല, അവരുടെ ഈ പഴയ കൾച്ചറും ഒക്കെ തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് കൊളോണിയൽ പവറിൻ്റെ പ്രതീകമാണ് ഈ പ്രതിമ എന്ന് ഒരു ഇതുണ്ടാവുകയും പല തവണ ആക്രമിക്കപ്പെടുകയും പ്രൊട്ടസ്റ്റേഴ്സ് വന്നിട്ട് ഈ പ്രതിമയ്ക്ക് ചുവപ്പ് പെയിൻ്റ് അടിക്കുകയും ഇത് തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് പുതിയ കാലത്ത് ഈ കോളനിവൽക്കരണത്തിനെതിരെയും കോളനിവൽക്കരണം എങ്ങനെയാണ് അവരുടെ പഴയ കൾച്ചറിനെ നശിപ്പിച്ചതെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ അതിൽ പ്രതിഷേധമുള്ള ഒരു വിഭാഗം ആളുകൾ അത്തരം പ്രതിഷേധങ്ങൾ ഈ പ്രതിമയുടെ മീതെ തീർക്കാറുണ്ട്. ഇദ്ദേഹത്തിന്, ഈ ഹാൻസിന് അപ്പോസ്റ്റൽ ഓഫ് ഗ്രീൻലാൻഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോസ്റ്റൽ ഓഫ് ഗ്രീൻലാൻഡ്. ഡീകോളനൈസേഷൻ്റെ ഭാഗമായിട്ട് പലതവണ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ആ പ്രതിമ ഞാൻ താഴെ നിന്ന് ഇങ്ങനെ നോക്കിക്കണ്ടു. അപ്പോഴേക്കും കുറേ നടന്ന് ഇത്തിരി ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ താഴെ നിന്ന് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ താഴെ നിന്നാണ് അത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ താഴെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഫുൾ നമ്മൾ സഞ്ചാരികൾ മുഴുവൻ അതിൻ്റെ ചുറ്റുമുണ്ടോ. പ്രതിമയെ തനിച്ച് ഒരു ഫോട്ടോ കിട്ടാനൊരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആളൊഴിയാൻ വേണ്ടിയിട്ട് കാത്തുനിന്നു. അപ്പോൾ എല്ലാ ആളുകളും ഇറങ്ങി ബസ്സിൽ കയറാനുള്ള ഗൈഡിൻ്റെ വിളി വന്നപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി ഇനി പ്രതിമയുടെ തനിയുള്ളൊരു ഫോട്ടോ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുമ്പോഴുണ്ടോ നമ്മളുടെ ടീം ലീഡർ മിസ്റ്റർ ബെന്നി പാനിക്കുളങ്ങര അതിൻ്റെ തൊട്ട് മുമ്പിൽ പോയി നിന്നിട്ട് ഇരുന്നും കിടന്നുമൊക്കെ ആ പ്രതിമയുടെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ബസ് പുറപ്പെടേണ്ട സമയമായി. ഇദ്ദേഹം കൊണ്ട് ഓടി, അദ്ദേഹം മേതേ നിൽക്കുന്ന. അപ്പോൾ ബസ്സിനടുത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നു. ഞാൻ താഴെ ആയതുകൊണ്ട് എനിക്ക് പുള്ളി കയറുന്നതിന് മുമ്പ് എനിക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോസ്റ്റൽ ഓഫ് ഗ്രീൻലാൻഡിൻ്റെ കൂടെ നമ്മളുടെ അപ്പോസ്തലൻ ബെന്നി പാനിക്കുളങ്ങരേനും കൂടി ചേർത്തിട്ടൊരു
ഫോട്ടോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫോട്ടോ എടുത്തു. ആ കുന്നിൻ്റെ മീതെ കയറുമ്പോൾ ആ പ്രദേശം മുഴുവൻ കാണാവുന്ന ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് അത്. അപ്പോൾ ഈ അപ്പോസ്റ്റൽ ഓഫ് ഗ്രീൻലാൻഡ് മദർ ഓഫ് സീയും മുഖാമുഖം ആണ് നിൽക്കുന്നതെന്ന് പറയാം. മദർ ഓഫ് സീ കടലിലും ഇദ്ദേഹം കുന്നിൻ്റെ മുകളിലാണെന്ന് മാത്രം. അവിടെ നിന്ന് ഞങ്ങൾ അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഈ പ്രതിമയെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ നെറ്റിൽ നോക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലായത്. ഗൈഡ് അത്ര കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. എനിക്കാണ് അവരും ഈ പ്രൊട്ടസ്റ്റേഴ്സിലുള്ള ആളാണെന്ന് തോന്നുന്നു. എന്തായാലും കൂടുതലായിട്ട് അവർ ഈ അപ്പോസ്റ്റൽ ഓഫ് ഗ്രീൻലാൻഡിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. അദ്ദേഹം അങ്ങനെ ആദ്യത്തെ മിഷണറിയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്ലെയിനായിട്ട് പറഞ്ഞു പോവുമായിരുന്നു ചെയ്തത്. പിന്നീട് നോക്കുമ്പോഴാണ് ഈ പുതിയ കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഈ ഗ്രീൻലാൻഡിൽ പൊതുവെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ നഷ്ടപ്പെട്ട അവരുടെ ഇനോയിറ്റ് കൾച്ചർ, അവരുടെ ഇൻഡിജീനിയസ് ഇനോയിറ്റ് കൾച്ചർ തിരിച്ച് കൊണ്ടുവരാൻ ഉള്ളൊരു ശ്രമം ചെറുപ്പക്കാരുടെ ഇടയിൽ സ്ട്രോങ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഈ ഇൻഡിജീനിയസ് ഇനോയിറ്റ് കൾച്ചറിലുള്ള ആളുകൾ അവരുടെ ദേഹത്ത് മുഴുവൻ പച്ച കുത്തുമായിരുന്നു. ആ പച്ച കുത്തലിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. പ്രകൃതിയായിട്ടാണെങ്കിൽ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്ന കാലത്ത് ചില കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനും ചില ഗ്രൂപ്പുകളെ തിരിച്ചറിയാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും പച്ചകുത്ത് പരിപാടി ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനിറ്റി അവിടെ വന്നതിന് ശേഷം അത്തരം വിഭജനങ്ങൾ ഇല്ലാണ്ടാവുകയും ഇവരെല്ലാവരും ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായി മാറുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ചർച്ച് ഈ പച്ചകുത്തലിനെതിരെ അവരെ ബോധവൽക്കരിക്കുക, അവരെ കമ്പൽ ചെയ്യുക എന്തോ ചെയ്തിട്ടുണ്ട്. അത് തെറ്റാണെന്നുള്ള രീതിയിൽ പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ടാറ്റോയിങ് അവരുടെ ഇടയിൽ ഇല്ലാണ്ടായി. ഇപ്പോൾ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു പെൺകുട്ടി, അവരാണ് ഒരു മ്യൂസിയത്തിൽ അകത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരാൻ വന്നത്. അവർ കയ്യിൽ വിരലുകളിൽ പച്ച കുത്തിയിട്ടുണ്ട്, ഈ ടാറ്റൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയണത് ഇത് പണ്ട് ഞങ്ങളുടെ ഒരു കഷ്ടമായിട്ട് ചെയ്തിരുന്നതാണ്, ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷമാണ് അതെല്ലാം ഇല്ലാണ്ടായത്. ഇപ്പം ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ വീട്ടിലൊന്നും സമ്മതിക്കില്ല, പക്ഷേ ഞാൻ കയ്യിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് കാണാൻ ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി കുറേശ്ശെയായിട്ട് ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ടാറ്റു ചെയ്യും എന്ന് എന്നോട് പറയണ്ടായി. അപ്പോൾ വെച്ചാൽ ഈ പോയ കാല സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം ചെറുപ്പക്കാരിൽ അവിടെ കണ്ടു. And the little blue building here to your right is the souvenir shop. Right in there it's also possible to buy sealskin mittens like the one I had on today. Yes. So we can go there later if you want to have a pair. If you live in the United States or Canada, you can't bring them with you home. You just have to know that if you live in America or Canada, you cannot take sealskin with you home. It's not allowed. To your left is the cultural center, the cultural house. അവിടെ നിന്ന് ഈ ഓൾഡ് ഹാർബറിൽ നിന്ന് ഞങ്ങൾ പോയത് മ്യൂസിയം കാണാനാണ്. മ്യൂസിയം കാണാൻ ന്യൂയോർക്കിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ജംഗ്ഷനിലേക്കാണ് വരുന്നത്. അവിടെ വരുമ്പോൾ ഒരു പ്രായമുള്ള പ്രൗഢയായിട്ടുള്ളൊരു സ്ത്രീ
ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നല്ല പ്രായമുണ്ട്. അപ്പോഴാണ് ഗൈഡ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് അത് അവരുടെ അമ്മയാണ്. ഡെൻമാർക്കിൽ നിന്ന് അമ്മ മകളുടെ അടുത്തേക്ക് വന്നതാണ്, ഗ്രീൻലാൻഡ് കാണാനും മകളോടൊപ്പം കുറച്ച് ദിവസം ചിലവഴിക്കാനും വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. അവർക്ക് ഇംഗ്ലീഷ് അത്ര പിടിയില്ല. ഗൈഡാണ് നമുക്ക് ഇടയിൽ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ പുറത്ത് ഉള്ള സ്ഥലത്ത് യാത്രികരെല്ലാവരും റോഡ് സൈഡിലുള്ള ബെഞ്ച് പോലെയുള്ള സ്ഥലത്ത് എല്ലാവരും ഇരുന്നു. മ്യൂസിയം തുറക്കുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകളുണ്ട്, കൗതുകങ്ങളുണ്ട്. ഒരു സീലുകളുടെ ഒരു പ്രതിമയുണ്ട്. കുറേ സീലുകൾ, ഒരു 5-6 സീലുകൾ ചേർത്തിട്ടുള്ള ഒരു പ്രതിമ. അത് ഈ മദർ ഓഫ് സീയുടെ ഒരു എക്സ്റ്റൻഷനാണ് ആ പ്രതിമ എന്നാണ് പറയുന്നത്. മദർ ഓഫ് സീയിൽ നമ്മൾ വെള്ളത്തിനടിയിൽ കണ്ട സീലുകൾ, അതുപോലെ ആ സീലുകളെയാണ് ഇവിടെ അതിൻ്റെ മാത്രമായിട്ടൊരു പ്രതിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു ഈ വിമാനത്തിലേക്കൊക്കെ കയറാനുള്ള വയ്ക്കുന്ന ലാഡറിൻ്റെ ഷേപ്പിൽ തുരുമ്പ് പിടിച്ച പോലെ ഉള്ള ഒരു റസ്റ്റിക് ഫിനിഷുള്ള ഒരു കോണിപ്പടിയുണ്ട്. സ്റ്റെയർ കേസ് ടു നോവെയർ എന്ന് വേണമെങ്കിൽ പറയാം. കയറിയിട്ട് മീതെത്തും, പിന്നെ എവിടേക്കും കയറാനൊന്നുമില്ല. ഒരു ഓപ്പണായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു ലാഡർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് മുൻപ് അവിടെ നടന്ന വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വിൻ്റർ സ്പോർട്സിൻ്റെ ഒരു വലിയ ഒരു ആഘോഷമായിട്ടുള്ളൊരു ഇവൻ്റ് നടന്നിരുന്നു. അതിൻ്റെ സ്മാരകമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ലാഡറാണ്, ഒരു റസ്റ്റിക് ലാഡറാണ്. യാത്രികർ അതിൻ്റെ മീതെ കയറിയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ പിന്നെ അവിടെ കാത്തിരുന്ന് നൗഷിയും നാസിയും ഉണ്ണിയുമൊക്കെ അവിടെ നടന്ന കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കുകയും നാസിയുടെ പതിവ് മറ്റേ റീൽസിന് വേണ്ട ഷൂട്ടിങ്ങുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. ഞങ്ങളങ്ങനെ കാത്തിരിക്കുകയാണ്. ന്യൂയോർക്കിലെ മ്യൂസിയത്തിനകത്ത് കയറാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മ്യൂസിയത്തിനകത്ത് ഞങ്ങൾക്കൊരു പുതിയ ഗൈഡ് വരും. ആ ഗൈഡിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അവരൊരു സ്റ്റുഡൻ്റാണ്, വേറെ എവിടെയോ അവിടെയുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. പാർട്ട് ടൈമായിട്ട് വന്നിട്ട് ഈ ഗൈഡിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അവർ സുന്ദരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. അവർക്ക് അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഞങ്ങളുടെ മെയിൻ ഗൈഡ് പറഞ്ഞു തന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു.